നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചങ്ങരംകുളം പാവിട്ടപ്പുറത്ത് ചരക്ക് ലോറിക്ക് പിറകിൽ സ്കൂട്ടർ ഇടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ഗുരുവായൂർ താമരയൂർ സ്വദേശി 56 വയസ്സുള്ള രാഘവനാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 6 മണിയോടെയാണ് അപകടം. തൃശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന ചരക്ക് ലോറിക്ക് പിറകിൽ ഇതേ റോഡിൽ വന്നിരുന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രാഘവനെ യാത്രക്കാർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചങ്ങരംകുളം പോലീസ് അപകടസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തൃത്താല ഞാങ്ങാട്ടിരിയിൽ വാടക ക്വാർട്ടേഴ്സിനകത്ത് യുവാവിനെ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി. ക്വാർട്ടേഴ്സിന്റെ മുൻവശത്തെ ജനൽ ചില്ലുകൾ തകർന്ന നിലയിലാണ്. പട്ടാമ്പി വല്ലപ്പുഴ യാറം കണ്ടേങ്ങാട്ടിൽ ബഷീറാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് ഞാങ്ങാട്ടിരിയിലെ വാടക ക്വാർട്ടേഴ്സിനുള്ളിൽ ബഷീറിനെ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ബഷീറും ഭാര്യയും താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിനകത്തു നിന്നും ബഹളം കേട്ടിരുന്നതായി സമീപവാസികൾ പറഞ്ഞു. രാത്രിയിലും ഉച്ചസമയത്തുമെല്ലാം കതകു തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അയൽവാസികൾ വീട്ടിൽ കയറി നോക്കിയപ്പോഴാണ് മുറിയിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ ബഷീറിനെ കണ്ടത്. ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം നടന്ന ബഹളത്തിൽ തകർന്ന ജനൽച്ചില്ല് കാലിൽ തട്ടി ബഷീറിന് മുറിവേറ്റിരുന്നതായും ഇതിൽ നിന്നും രക്തം വാർന്നു പോയതാണ് മരണത്തിനിടവരുത്തിയതെന്നുമാണ് പ്രാഥമിക നിഗമനം. രാത്രിയോടെ ഫോറൻസിക് വിഭാഗവും ക്വാർട്ടേഴ്സിലെത്തി പരിശോധന നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂരിലേക്ക് കൊണ്ടുപോയി. ബഷീറിന്റെ മരണത്തിൽ അസ്വാഭാവികത ഉള്ളതായി ആരോപിച്ച് ബന്ധുക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ തൃത്താല പോലീസ് അന്വേഷണം ആരംഭിച്ചു. നാഗലശ്ശേരി പഞ്ചായത്തിലെ പിലാക്കാട്ടിരി കള്ളിക്കുന്ന് പട്ടികജാതി നഗറിന് ഭീഷണിയായി വ്യാപക മണ്ണ് ഖനനം. മണ്ണിടിച്ചിൽ ഭീതിയിൽ വീടൊഴിഞ്ഞു പോവേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. നാഗലശ്ശേരി പഞ്ചായത്തിലെ 7-ാം വാർഡിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് ജിയോളജി അനുമതിയുടെ മറവിൽ അനുവദനീയമായതിൽ കവിഞ്ഞ അളവിൽ മണ്ണെടുപ്പ് നടക്കുന്നത്. പട്ടികജാതി കുടുംബങ്ങളുടെ വീടുകളോട് ചേർന്ന് ആഴത്തിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ടോറസ് ലോറികളിൽ മണ്ണ് കടത്തുന്നത് ജനജീവിതത്തെ സാരമായാണ് ബാധിക്കുന്നത്. പ്രദേശത്തെ കള്ളിക്കുന്ന് ഉന്നതി നിവാസികളായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഖനന പ്രവർത്തികൾ തടയാൻ ശ്രമിച്ചിരുന്നു. കളക്ടർ മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമില്ലാത്ത സാഹചര്യത്തിലാണ് അതിജീവനത്തിന്റെ ഭാഗമായി ഖനനം തടയേണ്ടി വന്നതെന്ന് ഉന്നതി നിവാസികൾ പറഞ്ഞു. ഖനനം തടയാൻ ശ്രമിച്ചപ്പോൾ മണ്ണുമാഫിയ സംഘം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഖനനം തടയാൻ ശ്രമിച്ചാൽ കേസെടുത്ത് ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞ് സംഭവസ്ഥലത്ത് വന്ന പോലീസുകാർ ഭീഷണിപ്പെടുത്തിയതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു. അറിയാത്ത ഒരാളുണ്ട്. അതിനായിട്ട് ഞങ്ങൾ ഈ കാലത്ത് എവിടേക്കാ പോകാന്ന് ഇങ്ങനെ ഇടിഞ്ഞു വീണിട്ട് ഇതൊക്കെ കേടുവന്നാല് ഞങ്ങൾക്ക് വെതുള്ളി വെള്ളം കുടിക്കണ്ടേ? അവിടെ കിണറ്റിൽ വെള്ളം ഉണ്ടാവണമെങ്കിൽ അവിടെ ഇങ്ങനെ കൊണ്ട് താറ്റിയ വെള്ളം ഉണ്ടാവുക. അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വരാൻ പോണത്. ഇനി തനിക്ക് മാറ്റിണ്ട അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കരുത്. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കുട്ടിക്കില് ഭയങ്കര ശല്യ. ഈ കുന്ന് മാന്തലും ഈ കുന്നിങ്ങനെ മാന്തെന്ന് അവർ പറഞ്ഞിട്ടില്ല. എത്ര വീട്ടുകാരുണ്ട് ഈ വീട്ടുകാരോട് ആരോടും അവര് ഇങ്ങനെ കുന്നും മാന്തണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇവിടെ ഒക്കെ വയ്യാത്ത ആൾക്കാരാ. ഈ കിടപ്പ് രോഗികളെ എടുത്തിട്ട് ഇങ്ങനെ കുന്നൊക്കെ ഇങ്ങനെ താത്തി മാറ്റി ഞങ്ങൾ എവിടേക്കാ പോവുക? ഞങ്ങളൊക്കെ ഈ വലിയൊരു വീട്ടിൽ പണിയെടുത്താറുന്ന ആൾക്കാരാ. ആ ആൾക്കാരുടെ നന്മയും കൂടി കാണിക്കാണ്ട് ഈ ജാതി കാട്ടിക്കൂട്ടിയത്. ഞങ്ങളതിനെ എവിടേക്കാച്ചാ കൊണ്ടിട്ട് ഞങ്ങൾക്കൊരു വീടും സ്ഥലമൊക്കെ ആക്കി തന്നോട്ടെ. എന്നിട്ട് അവര് എന്താച്ചാ ചെയ്തോട്ടെ. എന്നിട്ട് അവര് മാന്തറൊക്കെ ഇപ്പോഴും മാന്തന്നെ അവര് എന്ത് പറഞ്ഞാലും കേൾക്കാതെ. AISF സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. AISFന്റെ 46ാമത് സംസ്ഥാന സമ്മേളനം മെയ് 7, 8, 9 തീയതികളിൽ പട്ടാമ്പി ചോലക്കൽ ടവറിൽ വെച്ചാണ് നടക്കുന്നത്. സമ്മേളനത്തിന്റെ സ്വാഗതസംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് സ്വാഗതസംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് മോഹസിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന കൗൺസിൽ അംഗം OK സേതലവി, AISF സംസ്ഥാന സെക്രട്ടറി P കബീർ, T ഷിനാഫ്, TM സിദ്ധാർത്ഥ്, T ഹംസ, സജിത് ശ്രീധരൻ, ധനേഷ്, ഹൈദ്രോസ്, പ്രശാന്ത്, കൃഷ്ണകുമാർ, കരുണാകരൻ, K പരമേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് പകരമായി തുണിസഞ്ചികൾ വിതരണം ചെയ്തു. ശനിയാഴ്ച വൈകിട്ട് കൂറ്റനാട് ഗുരുവായൂർ റോഡ് ബസ് സ്റ്റോപ്പ് പരിസരത്ത് വെച്ച് VVES പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബാബു കോട്ടയിലിൽ നിന്നും
മന്ത്രി എം ബി രാജേഷ് തുണിസഞ്ചി സ്വീകരിച്ച് പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷക്കീർ TP, മണ്ഡലം ജനറൽ സെക്രട്ടറി P മുജീബ് റഹ്മാൻ, PM അബ്ദുൾ കരീം, സുധീർ PV, നാസർ ഫർണി മഹൽ, രവീന്ദ്രൻ, കൃഷ്ണപ്രസാദ്, ഹരിത കേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ നീരജ രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കാണാതായ പട്ടിത്തറ ആലൂരിലെ പൊതുപ്രവർത്തകനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നും കണ്ടെത്തി. ആലൂർ കാശാമുക്ക് സ്വദേശിയും പൊതുപ്രവർത്തകനുമായ KP ബാലസുബ്രഹ്മണ്യൻ എന്ന KP ബാലനെ വെള്ളിയാഴ്ച വൈകിട്ട് മുതലാണ് കാണാതായത്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ഭാഗത്തുണ്ടെന്ന തരത്തിൽ വിവരം ലഭിച്ചുവെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് തൃത്താല പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിനിടെയാണ് ഞായറാഴ്ച ഉച്ചയോടെ കണ്ടെത്താനായത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. കൂറ്റനാട് ടൗണിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ ന്യൂ ബസാറിൽ സമാപിച്ചു. പ്രഖ്യാപന ചടങ്ങ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജിന ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM രാജൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുന്ദരൻ, സെക്രട്ടറി P സുരേഷ് കുമാർ, AEO K പ്രസാദ്, വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി മഹിമ സിദ്ദിഖ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി KR ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിത കേരള മിഷൻ ബ്ലോക്ക് RP നീരജ രാമദാസ് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികൾക്ക് ബയോബിന്നുകളും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും വ്യാപാരി വ്യവസായി സംഘടനകൾക്കുമുള്ള പ്രശംസാപത്രവും സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള ഹരിത കേരള മിഷൻ നൽകുന്ന ഹരിത സ്ഥാപനം സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന് മാത്രമാണ് സ്വന്തമായി വാഹനം ഉണ്ടായിരിക്കുന്നത്. 6 പഞ്ചായത്തുകൾക്കും വാഹനം വാങ്ങുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് തുക വകയിരുത്തുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ആനക്കരയും പട്ടിത്തറയും ഒഴികെയുള്ള 4 പഞ്ചായത്തുകളിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായം സ്വീകരിക്കുകയും 4 ലക്ഷം രൂപ വീതം സഹായം സ്വീകരിക്കുകയും വാഹനം വാങ്ങുകയും ചെയ്തു. തീർച്ചയായിട്ടും നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ, അതായത് വളരെ സന്ദർഭോചിതമായി ഇടപെട്ട് ആ ഒരു പ്രവർത്തനം നടത്തിയതിന് നാഗലശ്ശേരി പഞ്ചായത്തിനെ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളായിട്ടുള്ള സഹോദരിമാർ വലിയ എഫേർട്ടാണ് അവര് ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 45 ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമായി. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം, കാർഷിക സർവകലാശാല, കർഷക മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെ ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ മാനേജ്മെന്റ് മുഖേനയാണ് റെസിഡൻഷ്യൽ കർഷക സംരംഭകത്വ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. 45 ദിവസം നിലനിൽക്കുന്ന പരിശീലന പരിപാടിക്ക് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ് തുടക്കമായത്. മുഹമ്മദ് മോസിൻ MLA പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൂടി നമുക്ക് അപ്ലൈ ചെയ്യാനും അതിന് ശേഷം നമുക്ക് തൊഴിൽ ആ മേഖലയിൽ നമുക്ക് സ്വന്തമായി എന്റർപ്രണർഷിപ്പ് ആരംഭിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന രീതിയിൽ സ്വയം പര്യാപ്തമായിട്ട് ഈ പ്രൊഫഷണൽസിനൊക്കെ മാറാൻ കഴിയുന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഈ ട്രെയിനിങ് പൂർത്തീകരിക്കുമ്പോൾ വളരെ സക്സസ്ഫുൾ ആയി പൂർത്തീകരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയല്ല. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഒരു മാറ്റമുണ്ടാക്കാനും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാക്കുന്ന രീതിയിൽ കുറെ പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പല ഇവിടുന്ന് പഠിച്ച പല മേഖലകളിലും നിങ്ങൾക്ക് പല സംവിധാനങ്ങളും ആരംഭിക്കാൻ കഴിയും. അപ്പൊ അതിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ P രാജി, ഡോക്ടർ ജിജി അല്ലൻ, മുഹമ്മദ് മുബാസിൻ, ഡോക്ടർ KV സുമയ്യ, ഡോക്ടർ B ഷൺമുഖസുന്ദരം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി ജനമൈത്രി പോലീസും ജാഗ്രതാ സമിതിയും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ ഇഫ്താർ വിരുന്നൊരുക്കി. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ R കുമാർ ഇഫ്താർ സന്ദേശം നൽകി. സ്നേഹത്തിന്റെയും പങ്കിടലിന്റെയും നന്മയാണ് ഇഫ്താർ നൽകുന്ന സന്ദേശമെന്ന് SHO പറഞ്ഞു. സബ് ഇൻസ്പെക്ടർ S ശ്രീലാൽ, കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ T അരവിന്ദാക്ഷൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ KJ ജയൻ, PR രാജേഷ്, KS ഗിരീഷ് കുമാർ, ബീറ്റ് ഓഫീസർമാരായ അബ്ദുൾ കരീം, ജാഗ്രതാ സമിതി അംഗം ബഷീർ തങ്ങൾ എന്നിവർ സംസാരിച്ചു. പരിപാടികൾക്ക് ജനമൈത്രി ബീറ്റ് ഓഫീസർമാരും ജാഗ്രതാ സമിതി അംഗങ്ങളും നേതൃത്വം നൽകി. നല്ല വീട് നല്ല നാട് ചേലോടെ എന്ന മുദ്രാവാക്യമുയർത്തി വരവൂർ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപനം ചേലക്കര MLA UR പ്രദീപ് നിർവഹിച്ചു. വരവൂർ സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ മുഖ്യാതിഥിയായി. ചെറുതുരുത്തി പോലീസ് സബ് ഇൻസ്പെക്ടർ നിഖിൽ, ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PP കൃഷ്ണകുമാർ എന്നിവർ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം P സാബി, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VG ദീപു പ്രസാദ്,
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി.കെ. യശോദ, വിമല പ്രഹ്ലാദൻ, ടി.എ. ഹിദായത്തുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി. പ്രീതി എന്നിവർ സംസാരിച്ചു. ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ നമുക്ക് അതിനെ നിർവചിക്കാം. ഒന്ന് നല്ല ലഹരി, മറ്റൊന്ന് ചീത്ത ലഹരി. എന്താണ് ചീത്ത ലഹരി എന്ന് നമുക്ക് നോക്കാം. നല്ല ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുസ്തക വായന ഒരു നല്ല ലഹരിയാണ്, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കാൻ പോവുക, അതൊരു നല്ല ലഹരിയാണ്. പരുതൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗവൺമെന്റ് സ്കൂളുകൾക്ക് പാത്ര വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A.P.M. സക്കറിയ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാഹിദ ജലീൽ, വാർഡ് മെമ്പർമാരായ A.K.M. അലി, രജനി ചന്ദ്രൻ, പി. രമണി, അനിത രാമചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി മഞ്ജുഷ, അസിസ്റ്റന്റ് സെക്രട്ടറി സാബു, സ്കൂളുകളെ പ്രതിനിധീകരിച്ച് പ്രധാനാധ്യാപികമാർ, പ്ലാൻ റിസോഴ്സ് പേഴ്സൺ രാമദാസ് പരുതൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.